പാർവതിക്കൊപ്പം ഷബീദ് റാവുത്തർ ചേരുകയാണ്. ഷബീദ്, അശ്വതിയോട് എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കുക, ഒരു പൊങ്കാല ആശംസകളും പറഞ്ഞേക്കുക. എസ് കെ ഉറപ്പായിട്ടും എസ് കെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ, അത് ജയറാമും അതേപോലെ തന്നെ പാർവതിയും, അതിൽ പാർവതിയും കുടുംബവും തിരുവനന്തപുരം തൈക്കാടുള്ള വീട്ടിലാണ് ഇപ്പോൾ പൊങ്കാല ഇടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ ഭക്തിയോടുകൂടി ഈ പൊങ്കാല അർപ്പിക്കുന്നത്, ആഗ്രഹ സബലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലേറ്റിയിട്ടാണ് ഓരോ തവണയും ആളുകൾ ഈ പൊങ്കാലയ്ക്ക് എത്തുന്നത്. ഇപ്പോൾ പാർവതി അവർ താമസം ചെന്നൈയിലാണ്, സ്ഥിരതാമസം അവർക്ക് ചെന്നൈയിലാണ്. പക്ഷേ പൊങ്കാലയിടാൻ എത്തുമെന്ന് നേരത്തെ തന്നെ ജയറാം പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ ജയറാമിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഇക്കുറി എന്തായാലും കുടുംബം എത്തും എന്നുള്ളത്. അങ്ങനെ കുടുംബം എത്തിയിട്ടുണ്ട്. ഇത്തവണ അവരുടെ കുടുംബത്തിലേക്ക് പുതിയ കുറച്ച് ആഡ് ഓൺസ് ഉണ്ട്. നമുക്കറിയാം താരിണി, അത് ഈ മകൻ കാളിദാസൻ്റെ ഭാര്യയാണ്. അങ്ങനെ അവരുടെ കുടുംബം ഒന്നാകെ ഇപ്പോൾ തിരുവനന്തപുരം തൈക്കാട് ഈ വീട്ടിലുണ്ട്. ഈ പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങുകൾ കഴിഞ്ഞാൽ അവരുടെ പ്രതികരണവും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും വലിയ വിശ്വാസം നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി വിവിധ സെലിബ്രിറ്റികൾ ഈ വലിയ ഭക്തിയോടുകൂടി പൊങ്കാല അർപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അല്പസമയം മുൻപാണ് ഈ ഭാഗത്തേക്ക് ഇവിടേക്ക് തീ പകർന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പണ്ടാരടുപ്പിൽ തീ പകർന്ന ശേഷം ഇങ്ങോട്ടേക്ക് തീ പകർന്ന് എത്തിയത്. അതും ഈ ഓരോ സ്ഥലത്തേക്കായി പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തൈക്കാടുള്ള മേടയിൽ വീട്ടിലാണ് ഈ പാർവതിയും കുടുംബവും പൊങ്കാല അർപ്പിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ കടക്കേണ്ടതായിട്ടുണ്ട്. സ്കെൻ ഇപ്പോൾ അവർ ആ ചടങ്ങുകൾ, അതിൻ്റെ ഈ പൊങ്കാല അർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നിലാണ് ഉള്ളതെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് പ്രതികരണത്തിലേക്ക് കൂടി ഇവരുടെ കടക്കാം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ചേച്ചി, ആദ്യം തന്നെ നമ്മുടെ എസ് കെ സാർ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞു. ശ്രീകണ്ഠൻ സാർ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞു. ഓക്കെ താങ്ക് യു. തിരിച്ചു എൻ്റെ അന്വേഷണം പറഞ്ഞേക്കോ. ചേച്ചി, ഇത് മുൻപ് ഇട്ടിട്ടുണ്ടോ? എത്ര വർഷം മുൻപ് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം മിസ്സായിന്നേ ഉള്ളൂ. ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട് നേരത്തെ. കുടുംബസമേതമാണ്. ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത്? മരുമോളുണ്ട്, പിന്നെ മോളുടെ അച്ഛനും അമ്മയുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ 2 ചേച്ചിമാരുണ്ട്. മടങ്ങിയോ? ആറ്റുകാൽ പ്രോഗ്രാമിനുണ്ടായിരുന്നു. പോയി കുന്താപുര ഷൂട്ടിംഗ് നടക്കുന്നത്. ഷൂട്ടിന്റെ തിരക്കിലാണ്. വലിയ ആഗ്രഹ സബലീകരണം, കുടുംബത്തിൽ വലിയ മാറ്റം വന്നതിന് ശേഷമുള്ള ഒരു പൊങ്കാല കൂടിയാണ്. അതെ, നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് 2 കല്യാണങ്ങളും തടസ്സങ്ങളൊന്നും ഇല്ലാതെ നന്നായി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഇടാൻ വരാൻ പറ്റായിരുന്നത്. അപ്പോൾ ഈ വർഷം അതിന് വന്ന് ചെയ്യുക. ചടങ്ങുകൾ നടക്കട്ടെ. നമ്മൾ തിരക്കിലാണ്. അതായത് ഈ പൊങ്കാലർപ്പണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ്, ഒരു തിരക്കിലേക്കാണ്. അതുകൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും ബന്ധുക്കളടക്കം കുടുംബസമേതമാണ് ജയറാമിൻ്റെ കുടുംബം, പാർവതിയും അതേപോലെ തന്നെ അവരുടെ മരുമകൾ താരിണി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുള്ളത്. ഈ താരിണിയുടെ ഒരു പ്രതികരണത്തിന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ശ്രമിക്കാം. ഒരു പക്ഷേ ആദ്യത്തെ ഒരു ഇതായിരിക്കാം. എങ്ങനെയുണ്ട് പൊങ്കാല? ആദ്യത്തെ പൊങ്കാലയാണോ? യെസ്, എൻ്റെ ഫസ്റ്റ് പൊങ്കാല. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് ജയറാമിൻ്റെ കുടുംബം. ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ പൊങ്കാല. യെസ്, ഓഫ് കോഴ്സ്, ലൈക്ക് ഭയങ്കര ഹാപ്പി തന്നെയാണ്. ആൻഡ് ഞാൻ ഇപ്പോഴും പഠിക്കുക. അപ്പോൾ ഓഫ്കോഴ്സ് ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആണ്. ആൻഡ് ചക്കി ഇതിന് മുൻപ് ആൻറ്റി ചെയ്തിരിക്കുക കുറേ പ്രശ്നം. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ടൈം ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര വേറെ ഫീലിംഗ്. അപ്പോൾ അത് തന്നെയാണ്. അതിപ്പോൾ ജയറാമിൻ്റെ കുടുംബത്തിലേക്ക് എത്തിയ കാളിദാസൻ്റെ ഭാര്യയാണ്, താരിണിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. ഏതായാലും ഈ തൈക്കാടുള്ള മേടയിൽ വീടെന്ന് പറയപ്പെടുന്ന വീട്ടിലാണ് ജയറാമിൻ്റെ ഭാര്യ പാർവതി, നമ്മുടെ പ്രിയപ്പെട്ട നടിയാണ്. അതേപോലെ തന്നെ അവരുടെ കുടുംബവും പൊങ്കാലയിടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ ആളുകൾ, ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാലയിടുന്നുണ്ട്. പൊങ്കാലയ്ക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല. അപ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് സ്ത്രീകൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി പൊങ്കാല അർപ്പിക്കുകയാണ്. പൊങ്കാല അർപ്പണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. എസ് കെ.